രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചത്. ഒന്ന് സുരേഷ് ഗോപിയുടെ കാര്യം, മറ്റൊന്ന് പത്മജിയുടെ പ്രവേശനം. ഇത് രണ്ടും തൃശ്ശൂരിൽ എങ്ങനെയായിരിക്കും ബാധിക്കാൻ പോകുന്നത്, റിഫ്ലക്ട് ചെയ്യാൻ? സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് ഒരു പുതിയ വരവല്ല. ഇപ്പം ദേവേട്ടൻ പറഞ്ഞ മാതിരി കഴിഞ്ഞ 5 വർഷം 2019 മത്സരിച്ച് പരാജയപ്പെട്ടിട്ടും വിജയിച്ച ആളെ കണ്ടില്ല. പരാജയപ്പെട്ടയാൾ ആ തൃശ്ശൂരിൽ നിന്ന് ആ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു. അതുകൊണ്ടാണ് തൃശ്ശൂരിലെ കോർപ്പറേഷൻ മേയർ പറഞ്ഞത് ജയിച്ച ആളെ കണ്ടില്ല, പക്ഷേ പരാജയപ്പെട്ട സുരേഷ് ഗോപി 1 കോടി രൂപയാണ് മാർക്കറ്റിന് വേണ്ടി തന്നത്. അദ്ദേഹം ആ മാർക്കറ്റിന് വേണ്ടി മാത്രമല്ല, ഏതാണ്ട് എല്ലാ സ്ഥലത്തും അദ്ദേഹമാണ് കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായത് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ്, അഭിനന്ദനങ്ങളാണ്, ആവേശമാണ്. പിന്നെ പത്മജയുടെ വരവാണ്. പത്മജയുടെ വരവ്, ഇന്ന് പത്മജ, ഇന്ന് പെങ്ങള്, നാളെ ആങ്ങള, അത്രയേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പത്മജയുടെ വരവോട് കൂടിയിട്ട് കരുണാകരൻ്റെ ഒരു ലെഗസിയും കൂടി BJPക്ക് കിട്ടുകയാണ്. ഇന്ന് കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ പത്മജയുടെ കൂടെ BJPയിൽ കരുണാകരനും വന്നേനെ, സ്വാഭാവികമായും. കാരണം മുങ്ങുന്ന കപ്പലിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെടും. പക്ഷേ കരുണാകരനെ സംബന്ധിച്ചിടത്തോളം എത്ര രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ വ്യതിചലനങ്ങളോ ഉണ്ടെങ്കിലും അദ്ദേഹം ഭാരതം, ഇന്ത്യ എന്ന കാര്യത്തിൽ മുറുകെ പിടിച്ചിരുന്നു. ഇന്ത്യയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിധ്വംസക ശക്തികളുടെ കൂടെ കൂടിയിട്ടില്ല. അതിന് തയ്യാറായി നിൽക്കുകയാണ് ഇന്നത്തെ കോൺഗ്രസ്. അവരുമായിട്ടാണ് സഖ്യം. അതുകൊണ്ട് കരുണാകരനും പത്മജയുടെ പാത സ്വീകരിക്കുമായിരുന്നു. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല. എൻ്റെ ഒരു അഭിപ്രായം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. കെ മുരളീധരൻ വന്നതോടുകൂടി സുരേഷ് ഗോപിയുടെ ചാൻസ് കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. AICC വ്യക്തമായിട്ടുള്ള ഷമാ മുഹമ്മദിനെ കഴിഞ്ഞ ദിവസം അവർക്ക് സീറ്റ് കിട്ടാത്തതിൽ വലിയ പ്രയാസം അവർ രേഖപ്പെടുത്തിയിരുന്നു. പത്മജ എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ക്ഷമയ്ക്കും ഈ BJPയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവും, മുരളീധരനും വരേണ്ട സാഹചര്യം ഉണ്ടാവും. ഇവരെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് കോൺഗ്രസിലെ ഈ തമ്മിലടിയും സ്ത്രീകളെ പരിഗണിക്കാത്ത സാഹചര്യമൊക്കെയാണെന്ന് ക്ഷമയെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്? ക്ഷമയെ സ്വാഗതം ചെയ്യുന്നു. ക്ഷമയോടൊപ്പം കോൺഗ്രസിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ രമ്യ ഹരിദാസനെ വരെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്കളായിട്ട് എപ്പോഴും ഫൈറ്റ് ഉണ്ടാവുന്നതാണ്, ചർച്ചയിലൊക്കെ ഫൈറ്റ് ഉണ്ടാവുന്ന ആളാണ് ക്ഷമ. അത് ആശയവും ഫൈറ്റും അതൊക്കെ വേറെ. പത്മജ ഇന്നലെ വരെ ഞാനും പത്മജയും 2016 ഞങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിച്ചതാണ്. അവർ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു, ഞാൻ BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. ഇന്നലെ വരെ പത്മജ കോൺഗ്രസ് ആയിരുന്നു, ഇന്ന് പത്മജ BJP ആണ്. പത്മജയ്ക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കും. പത്മജയ്ക്ക് എല്ലാ തരത്തിലുള്ള BJP ചെയ്യാവുന്ന എല്ലാ അർത്ഥതലങ്ങളിലുള്ള സ്വീകരണം കൊടുക്കും, യാതൊരു സംശയമില്ല. ചില യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട് പത്മജയെ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന്. പറഞ്ഞവർ പറഞ്ഞ മാതിരി തിരിച്ചു പോവില്ല. ആ രീതിയിൽ ഞങ്ങൾ വളരെ ശക്തമായി പത്മജയെ സംരക്ഷിക്കും. അത് ഷമാ മുഹമ്മദിനെയും രമ്യ ഹരിദാസിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.